ഇന്നത്തെ നുറുങ്ങ് യമണ്ടൻ എന്ന വാക്കിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചാണ്. നമ്മൾ പലപ്പോഴും വളരെ വലിയത്, ഭീമാകാരമായത് എന്നൊക്കെ അർത്ഥമാക്കാൻ യമണ്ടൻ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇതൊരു മലയാളം വാക്കല്ല. ഇതെങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. SMS എംഡൻ എന്ന ജർമ്മൻ യുദ്ധക്കപ്പലിൻ്റെ പേരിൽ നിന്നാണ് ഈ വാക്ക് കടമെടുത്തിരിക്കുന്നത്. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ജർമ്മൻ നാവികസേന ഈ ഭീകര കപ്പൽ ഉപയോഗിച്ച് പല രാജ്യങ്ങളെ ആക്രമിക്കുകയും അവരുടെ വാണിജ്യ കപ്പലുകളെ മുക്കുകയും ചെയ്തു. ഇതിലേറ്റവും കുപ്രസിദ്ധമായത് മദ്രാസ് ബോംബാർഡ്മെൻറ്റ് അഥവാ മദ്രാസിലെ ബോംബാക്രമണമായിരുന്നു. SMS എംഡൻ എന്ന വമ്പൻ കപ്പൽ മദ്രാസ് തുറമുഖത്തെ എണ്ണ ടാങ്കുകൾ തകർത്ത് വലിയ സ്ഫോടനങ്ങൾ സൃഷ്ടിച്ചു. ഇത്രയും ഭീകരവും ഭീമാകാരവുമായ ഒരു കാഴ്ച അവിടുത്തെ ജനങ്ങൾ അതിനു മുമ്പ് കണ്ടിരുന്നില്ല. അങ്ങനെ ദക്ഷിണേന്ത്യയിലെ നാശത്തിൻ്റെയും ഭയത്തിൻ്റെയും പ്രതീകമായി മാറി SMS എംഡൻ. അന്നു മുതൽ വലുതും ശക്തവും ഭയാനകവുമായ എന്തിനേയും വിശേഷിപ്പിക്കുവാൻ യമണ്ടൻ എന്ന വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. ഇന്നത്തെ നുറുങ്ങിലൂടെ കൗതുകമുണർത്തുന്ന ഒരു നുറുങ്ങറിവാണ് പറയാൻ പോകുന്നത്. സൈക്കോ അനാലിസിസ് എന്ന ടെക്നിക്ക് ഉപയോഗിച്ച് മനുഷ്യ മനസ്സിൻ്റെ വ്യത്യസ്ത അവസ്ഥാന്തരങ്ങളെപ്പറ്റി പഠിച്ച ആദ്യത്തെ ന്യൂറോളജിസ്റ്റായിരുന്നു സിഗ്മണ്ട് ഫ്രോയിഡ്. ഈ രീതിയിലൂടെ രോഗികളോട് അവരുടെ അനുഭവങ്ങളെക്കുറിച്ച് സംസാരിച്ച് അവരുടെ മാനസിക രോഗങ്ങൾ കണ്ടെത്തുകയും ചികിത്സിക്കാൻ ഇത് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. മനുഷ്യർ കാണുന്ന സ്വപ്നങ്ങളിൽ ഊന്നൽ നൽകിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളും ചികിത്സാരീതികളും അദ്ദേഹം വികസിപ്പിച്ചെടുത്തത്. ഫ്രോയിഡിൻ്റെ ദി ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്ന പുസ്തകത്തിൽ തൻ്റെ രോഗികളുടെ സ്വപ്നങ്ങളും അവയുടെ വ്യാഖ്യാനങ്ങളും വിശദമായി എഴുതിയിട്ടുണ്ട്. ഇനി നമ്മളിൽ മിക്കവാറും ആൾക്കാർ കാണുന്ന സ്വപ്നങ്ങളാണ് പല്ല് വീണു പോവുക, സ്കൂളിൽ യൂണിഫോം ഇല്ലാതെ പോകുക, പരീക്ഷയ്ക്ക് സബ്ജക്റ്റ് മാറി പഠിച്ചുകൊണ്ട് പോകുക, കട്ടിലിൽ നിന്ന് വീഴുക. ഇതൊക്കെ ഫ്രോയിഡിൻ്റെ സിദ്ധാന്തമനുസരിച്ച് പല്ലുകൾ കൊഴിഞ്ഞു പോകുന്ന സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം നമ്മളെ മറ്റുള്ളവർ എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ്. അതുപോലെ സ്കൂളിൽ പോകുമ്പോൾ പകുതി യൂണിഫോം ഇടാൻ മറന്നു പോകുക, ഉടുപ്പിടാതെ പോകുക എന്നീ സ്വപ്നങ്ങളൊക്കെ നമ്മുടെ അരക്ഷിതാവസ്ഥ, ആത്മവിശ്വാസമില്ലായ്മ, മറ്റുള്ളവർ നമ്മുടെ കുറവുകളെ മനസ്സിലാക്കും എന്ന ഭയം, ഇതൊക്കെയാണത്രേ. വളരെ സാധാരണമായി കാണുന്ന മറ്റൊരു സ്വപ്നമാണ് വീഴുന്ന സ്വപ്നം. കട്ടിലിൽ നിന്ന് വീഴുക, അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് പൊടുന്നനെ താഴേക്ക് പതിക്കുക. ഇതൊക്കെ നമ്മുടെ ഉള്ളിലെ തോൽക്കപ്പെടും എന്ന ആശങ്കകളെയും അപകർഷതാബോധത്തെയും ഒക്കെയാണ് കാണിക്കുന്നതത്രേ. കേൾക്കാൻ രസം തോന്നുമെങ്കിലും ഫ്രോയിഡിൻ്റെ പല സിദ്ധാന്തങ്ങളും തെറ്റാണെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പലതിനും ശാസ്ത്രീയ പിന്തുണ ഇല്ലതാനും. എന്നാലും ഈ കാണുന്ന സ്വപ്നങ്ങളെ വിലയിരുത്തി നമുക്കെങ്ങനെ നമ്മുടെ ആത്മവിശ്വാസക്കുറവിനെ മറികടന്ന് മുന്നോട്ട് പോകാം എന്ന് വിശകലനം ചെയ്യാൻ ഉപയോഗപ്പെടുത്താം എന്നാണ് മറ്റ് വിദഗ്ധർ പറയുന്നത്. ലോക മനുഷ്യരിൽ പലരും സമാനമായി സ്വപ്നങ്ങൾ കാണുന്നു എന്നത് എനിക്കൊരു കൗതുകമായി തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നിത് നുറുങ്ങിൽ ഉൾപ്പെടുത്തിയത്. ഇനി നിങ്ങൾ കണ്ട രസകരമായ സ്വപ്നങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക.